എന്തായെങ്കിൽ ഒഴിച്ചിട്ടായി അതിനെ ഒരു ഒപ്പിച്ചിട്ട് കരിക്കെത്തിക്കാൻ പെട്ട പാട്. യാറപ്പോൾ ഒരു ദോശ ചുടാൻ ഇത്രയും പണിയാന്ന് വിചാരിച്ചോയി. ഇന്നെന്ത് കഥയെന്നില്ലെങ്കിൽ 1 മാസത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം എൻ്റെ കോളേജ് സ്റ്റാർട്ടാണ് ഗൈസ്. എൻ്റെ വിഷയത്തിൽ തന്നെ ഒരു ബേജാറ് തോന്നിയിട്ടാകും തോന്നണം. കാരണം എനിക്ക് ബേജാറുണ്ടല്ലോ. ഇനി ചെലുത്തെന്തു ഗുണമില്ല. ബേജാറുണ്ടെങ്കിൽ ഇല്ലെങ്കും കോളേജിലേക്ക് പോന്ന തന്നെ. അങ്ങനെ 1.5 മാസത്തിന് ശേഷം നമ്മൾ ബാഗും ബുക്കും എല്ലാം പൊടി തട്ടി എടുക്കുകയാണ്. ഷൂ ഉണ്ട്, എല്ലാ അടിയിലുണ്ട്. ഷൂ എല്ലാം എന്താക്കാനാണ് ഈ 1 മാസം. അങ്ങനെ ഷൂ എല്ലാം എടുത്ത് തോർത്തിയിട്ടെല്ലാം വെക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ബിയോൺസിന് അങ്ങനെ ഒരുപാട് സമയം ബാക്കിയുണ്ട്. ഞാൻ എന്നെ ദോശ ചുട്ടിട്ടെല്ലാം തിന്നാന്നിട്ട് കീഞ്ഞത്. ഇയാളുടെ ദോശക്ക് പകരം ഒരു കൽത്തപ്പമായിരുന്നു. നല്ല തടിയുള്ളൊരു ദോശ ആയിപ്പോയിനത്. അങ്ങനെ എങ്ങനെയോ എങ്ങനെയില്ല തിന്ന മതിയില്ലേ നമുക്ക്. അതിന് കുറേ ഡെക്കറേഷൻ എല്ലാം ഇതിന്. അങ്ങനെ ബിയും ദോശയെല്ലാം തിന്നിട്ട് നേരെ കോളേജിലോട്ട് വിട്ട്. ഹായ് ഗായ്സ്, നോക്കുമ്പോൾ ഓറുണ്ട് ക്ലാസ്സിലേക്ക് വ്ളോഗർ തിരിച്ചെത്തിയ സന്തോഷത്തിൽ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ പിന്നെ നമുക്ക് കുറേ പണിയുണ്ടായി, ഫീസ് ഉണ്ടല്ലോ. പിന്നെ ക്ലാസ്സിലേക്ക് മാമെല്ലാം വന്ന് നോട്ട്സ് എല്ലാം എഴുതി. പിന്നെ കോളേജിൽ വേറെ എന്തുണ്ടായിട്ടാ. അങ്ങനെ നേരെ പൊരുക്കത്തിരിയായിട്ട് പെട്ടെന്ന് കൊടുക്കാൻ ഒരു ഓർഡർ ഉണ്ടായി. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ബൊക്കേൻ്റെ സാധനം എല്ലാം മേങ്ങിയിട്ട് വന്ന് ഒരു ക്യൂട്ട് ബൊക്കയുടെ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് ബൊക്കയും ആക്കിയ നല്ല ക്ഷീണത്തിൽ ഒരു കോക്ടെയിലും കുടിച്ചിട്ട് നേരെ കിടന്നുറങ്ങി. ബൈ ബൈ.